വലിയൊരു ജാറത്തിന്റെ മേലെ പച്ച പച്ചം റസൂലുള്ളാഹിന്റെ ജാറത്തെ കുറിച്ചാണ് പറയുന്നത്. ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. പച്ചക്കുബയുള്ള റസൂലുള്ളാഹിന്റെ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ? ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി, ആ റസൂലുള്ളാഹിന്റെ ഖബറ് കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നു. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറ് ശരീഫ് ജാറം പച്ചപ്പട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനിവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച്, അവിടുന്ന് കിടക്കുന്ന റൗളയെ സംബന്ധിച്ച് കള്ളജാറമെന്നല്ലേ ഈ നാട്ടുകാരനെ നീ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ച റബ്ബ് കൊടുത്ത നാവുകൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ലോകത്ത് മാതാപിതാക്കളെക്കാൾ മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടാത്ത കാലത്ത് വല്ലാഹി നിങ്ങൾ മുഅ്മിനല്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് കള്ളജാറമെന്നല്ലേ ഇദ്ദേഹം പ്രയോഗിച്ചത്? ഇത് ഏത് നിരീശ്വരവാദിയെ തൃപ്തിപ്പെടുത്താനാണ്? ഏത് മുസ്ലിം വിരോധിയുടെ കയ്യടി വാങ്ങാനാണ്? ഏത് ഖുർആൻ വിരോധിയുടെ അച്ചാരം വാങ്ങിയിട്ട് പറയുകയാണ്? മുസ്ലിമീങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഖബറിനെ സംബന്ധിച്ച് പോലും റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നിന്നുള്ളൊരു തോട്ടമെന്നല്ലേ സത്യവിശ്വാസികളെ ഖബറിനെ കുറിച്ച് വരെ ഹദീസിൽ പഠിപ്പിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് കള്ളജാറമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. പോകട്ടെ, ഇന്നുവരെ ഒരു ഹിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു RSSകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ? ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും കക്ഷി ഈ മുജാഹിദ് പറയുമ്പോലെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. കൈ നെഞ്ഞത്ത് വെക്കേണ്ടത് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോഴാണ്. നിസ്കരിക്കുമ്പോൾ വെക്കേണ്ടത് നെഞ്ഞിന്റെ ചോടയാണ് കേട്ടോ. വഹാബി തരികിടയാ ഇവരൊരു വല്ലാത്ത കമ്പനിയാ, ശൈത്വാന്റെ വാല് പോലെ നീങ്ങണ വഹാബി തരികിടയാ. കള്ളം പറയൽ മത്സരം വഹാബിക്ക്, സോപ്പും കെട്ടി കിട്ടിയ ഒരു മൗലവിക്ക്. കള്ളം പറഞ്ഞ കാരണത്താൽ നേതാവിന്ന് കിട്ടിയത് വീഴയാണ് കോടതി. ഇവർ ക്യാമ്പ് നടത്തിയിടുന്നു, വേഷം കെട്ട് പാടിക്കുന്നു. ക്യാമ്പ് നടത്തിയിടുന്നു, വേഷം കെട്ട് പാടിക്കുന്നു. ജാക്കിസ്ഥാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു, ജാക്കിസ്ഥാന്റെ പാഠം കണ്ട് ഊർജം നേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അവിടുത്തെ ജാറം പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഖബർ പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സലഫി ചോദിക്കുന്നു, എന്തിനാ തങ്ങൾ പാപ്പാക്ക് പുതപ്പിക്കുന്നത്? അവിടെ കൊതുക് കടിക്കാതിരിക്കാനാണോ? കൊതുക് കടിക്കാതിരിക്കാനാണോ? മൗലവിയുടെ പ്രസംഗമാണ്, ശ്രദ്ധിക്കണേ മോമിനീങ്ങളെ. എന്നിട്ട് അതിന്മേൽ ജാറം മൂടുന്നു, പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെയോ? പരിശുദ്ധമായ കഅബാലയം, അതിന്റെ തില്ല, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന തില്ല ഓരോ വർഷവും മാറ്റുകയാണ്. കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി?
കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ? കഅബക്ക് തണുക്കാതിരിക്കാനാണോ? എന്തിനാണ് മൗലവിമാരെ ആ കില്ല കൊണ്ട് കഅബയെ പുതപ്പിക്കുന്നത്? അതിനെ അലങ്കരിക്കുന്നത് എന്തിനാണ്? അതൊരു ആദരവാണെന്ന് തിരിച്ചറിയാൻ മഹത്തുക്കളെ ആദരിച്ച് പരിചയം വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവ് വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവിന്റെ മനസ്സ് വേണ്ടേ? അതില്ലാത്ത ഈ മൗലവി പുരോഹിത പാതിരി വർഗത്തോട് വിഷയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ, അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം, അന്യന്റെ മാംസം തിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം, ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ, ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ. യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും